ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് വൈകുന്നേരത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ എല്ലാവിടെയും നല്ല മഴയാണ്. മഴ കൊണ്ട് ആർക്കും തന്നെ ഇരിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് അല്ലേ. അപ്പോൾ വൈകുന്നേരം ആയപ്പോൾ മേലെല്ലാം ഒന്ന് കഴുകി വന്നിട്ട് പിന്നെ അശ്വിനുള്ള വെള്ളം വെച്ചാണ് കേട്ടോ. ഈ സമയം കൊണ്ട് നമ്മുടെ അക്ഷയ വിളക്കൊക്കെ വെക്കുകയാണ്. അപ്പോൾ ഞാനിന്ന് നല്ല മഴയൊക്കെ അല്ലേ, അപ്പോൾ അതുകൊണ്ട് നല്ല ചൂടായിട്ട് ഈ മഴയത്ത് നല്ല ചൂടോടുകൂടിയും കുറച്ച് സ്പൈസി ആയിട്ടും കഴിക്കാൻ പറ്റുന്ന ഒരു മഷ്റൂം ബിരിയാണിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് മഷ്റൂമൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട്. ഈ സമയം കൊണ്ട് തന്നെ നമ്മൾ കുറച്ച് കോഴിമുട്ട കൂടെ വേവാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. മഷ്റൂം ആയതുകൊണ്ട് തന്നെ അവർക്കത് നേരാക്കാനുള്ള ഒരു ഭയങ്കര ഇഷ്ടം കൊണ്ട് അവർ രണ്ടാളും എൻ്റെ കൂടെ നേരാക്കാൻ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവരെ ഞാൻ അതങ്ങോട്ട് ഏൽപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് വേണ്ടിയുള്ള പുതിയിലയും മല്ലിത്തലയൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാൻ വിചാരിച്ചു. വെളിച്ചമൊക്കെ ഉണ്ട് കേട്ടോ, ഇരുട്ടായി വരുന്നതേ ഉള്ളൂ. ഇത്ര നേരം നല്ല മഴയായിരുന്നു കേട്ടോ. ഇപ്പം മഴയൊക്കെ ഒന്ന് തോർന്ന് നിൽക്കുന്നുണ്ട്. മഴ വരിക പെയ്യുക അങ്ങനെ പോവുക അങ്ങനെയൊക്കെയാണല്ലോ. ഇപ്പോൾ നല്ല മഴയാണ് അല്ലേ, ഒരാഴ്ചയായി പിന്നെ നല്ല മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ സമയം കൊണ്ട് നമ്മുടെ ഭക്ഷണമൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ കുറച്ച് പപ്പടം കാച്ചിയിട്ടുണ്ട്, പിന്നെ നമ്മുടെ കോഴിമുട്ട വേവിച്ചിട്ടുണ്ട്, പിന്നെ നമ്മുടെ സാലഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ മഷ്റൂം ബിരിയാണി നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ഈ മഴയത്ത് ഇത്തിരി സ്പൈസി ആയിട്ടും നല്ല ചൂടോട് കൂടിയിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ നമ്മുടെ മഷ്റൂം ബിരിയാണി. പിന്നെ നമുക്ക് വാഴയില ഉണ്ടായിരുന്നു, കുറച്ച് പഴകിയ വാഴയിലയാണ് കേട്ടോ. പഴകിയത് മീൻസ് ഒന്ന് വാടിയ വാഴയിലയിൽ നമ്മുടെ ഈ ബിരിയാണിയൊക്കെ ഇട്ട് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാൻ ചൂടോടെ വിളമ്പിയപ്പോൾ രണ്ടാൾക്കും എൻ്റെ കയ്യിൽ നിന്ന് ഓരോ വായി വേണം പറഞ്ഞു. അപ്പോൾ 2 പേർക്ക് ഓരോ വായി കൊടുത്തു. അങ്ങനെ നല്ല മഴയും ചൂടും ബിരിയാണിയൊക്കെ ആയിട്ട് ഇന്നത്തെ വൈകുന്നേരം ഇങ്ങനെയായി കേട്ടോ.